ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ബാറ്റിംഗ് തകർച്ച നേരിട്ടിരിക്കുകയാണ്. 150 റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി. ജയ്സ്വാൾ ഡെക്കിൽ പുറത്തായി. അതുപോലെ ദേവദത്ത് പടിക്കലും കോഹ്ലിയും ഫോം ആകുന്നില്ല. ഇന്ത്യ ഇങ്ങനെ ഓൾ ഔട്ട് ആയതുകൊണ്ട് ഗംഭീർ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യ ദിനം കഴിഞ്ഞ് ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഓസ്ട്രേലിയ ഫസ്റ്റ് ഇന്നിങ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയ 67 റൺസിൽ 7 വിക്കറ്റ് പോയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്ക് ബാറ്റിങ്ങിൽ വലിയ സ്കോർ നേടാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ ഇന്ത്യ ഓൾ ഔട്ട് ആയതിനു ശേഷം കോച്ച് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ജയ്സ്വാൾ ഡെക്കിൽ പോകുമെന്ന് ഞാൻ കരുതിയില്ല. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും ഡെക്കായി. ഇന്ത്യൻ ടീമിൽ ആരും തന്നെ കളിക്കുന്നില്ല. ന്യൂസിലൻഡ് ടെസ്റ്റിൽ ഇന്ത്യ എങ്ങനെയാണ് കളിച്ചത് അതുപോലെയാണ് ഇപ്പോൾ കളിക്കുന്നത്. ബാറ്റിങ്ങിൽ ഇന്ത്യ പരാജയമായി മാറുകയാണ്. യുവതാരങ്ങൾ ടീമിലേക്ക് വരേണ്ടതുണ്ട്. ഈ ടെസ്റ്റ് സീരീസ് ഇന്ത്യ തോറ്റാൽ ഉറപ്പായിട്ടും ശ്രേയസ്, സഞ്ജു പോലുള്ള യുവതാരങ്ങളെ ടീമിലെടുക്കും. ടെസ്റ്റ് ക്രിക്കറ്റിലും സഞ്ജുവിനെ ഓപ്പണറാക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാനത് BCCയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ജയ്സ്വാൾ തുടർച്ചയായിട്ട് ഡെക്കിൽ പുറത്തായാൽ ജയ്സ്വാളിനെ മാറ്റി ആ സ്ഥാനം സഞ്ജുവിന് കൊടുക്കും. സഞ്ജു ടെസ്റ്റിൽ മികച്ച കളി കളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സീനിയർ താരങ്ങൾ ഇങ്ങനെ ഫ്ലോപ്പ് ആകുമ്പോൾ യുവതാരങ്ങൾ മാത്രമേ ഇനി ടെസ്റ്റ് സീരീസിൽ രക്ഷയ്ക്കെത്തൂ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിതീഷ് റെഡ്ഡി നല്ല കളി കാഴ്ചവെച്ചു. യുവതാരങ്ങൾ എത്തിയാൽ കൂടുതൽ റൺസ് സ്കോർ ചെയ്യും. ഇന്ത്യ ഇങ്ങനെ ബാറ്റിങ്ങിൽ മോശം പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് ഗംഭീർ വ്യക്തമാക്കി. ഇന്ത്യയുടെ പേരുകെട്ട എല്ലാ താരങ്ങളുമുണ്ട്. എന്നിട്ടും ഇന്ത്യ ഓൾ ഔട്ടായി. ഇങ്ങനെയാണെങ്കിൽ സഞ്ജുവിനെ ടെസ്റ്റിൽ തിരിച്ചു വിളിക്കുമെന്നാണ് ഗംഭീർ പറയുന്നത്. സഞ്ജു ടെസ്റ്റിൽ വന്നാൽ സെഞ്ചുറി അടിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിന് ഏറ്റവും ഇഷ്ടം ടെസ്റ്റാണെന്ന് സഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓസീസിന്റെ 7 വിക്കറ്റ് പോയി. അതാണിപ്പോൾ ആരാധകർക്ക് സന്തോഷം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.